ലോകാവസാനം സംഭവിക്കാൻ പോകുന്നത് 2060-ലായിരിക്കുമോ? 2060-ൽ ലോകാവസാനം ഉണ്ടാകുമെന്ന കാര്യം കേട്ടാൽ നമുക്ക് തോന്നും ഭ്രാന്തന്മാർ പറയുന്ന കാര്യമാണിതെന്ന്. പക്ഷെ സാക്ഷാൽ ഐസക് ന്യൂട്ടൺ തന്നെയാണ് ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ലോകാവസാനത്തെക്കുറിച്ച് മഹാനായ ശാസ്ത്രജ്ഞർ കണക്ക് വെച്ച് കൃത്യമായി കണ്ടുപിടിക്കുകയും ചെയ്തു. ചലനത്തിന്റെയും ഭൂഗുരുത്വാകർഷണത്തിന്റെയും നിയമങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഐസക് ന്യൂട്ടന്റെ കണ്ടെത്തൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നു പ്രധാനമായും നടത്തിയിരുന്നത്. 300 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1704-ലാണ് ഈ പ്രവചനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അപ്പോകലിപ്സിന്റെ ബൈബിളിനെ കുറിച്ചുള്ള ദർശനങ്ങളിൽ, പ്രത്യേകിച്ച് അർമഗദോൺ യുദ്ധത്തിൽ ഗാഢമായി വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ബൈബിളിനെ കുറിച്ചുള്ള തന്റെ പ്രൊട്ടസ്റ്റ് വ്യാഖ്യാനത്തെയും ബൈബിളിന്റെ ചരിത്രത്തിന് പിന്നാലെ ഉണ്ടായ സംഭവങ്ങളെയും ആസ്പദമാക്കിയാണ് ന്യൂട്ടൺ തന്റെ പ്രവചനം പ്രധാനമായും നടത്തിയിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ ഈ പ്രവചിക്കപ്പെട്ട യുദ്ധം ഇപ്പോൾ വിവരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നന്മയുടെ ശക്തികളെ തിന്മയുടെ ശക്തികൾക്കെതിരെ മത്സരിപ്പിക്കുന്നതായും ഇതിൽ കാര്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ന്യൂട്ടൺ ബൈബിൾ ചരിത്രത്തിലെ ഗണിതവും രീതികളും ഉപയോഗിച്ച് പ്രവചനത്തെ വ്യാഖ്യാനിക്കാൻ ഇതിൽ പരാമർശിക്കുന്ന ദിവസങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യുകയുണ്ടായി. ന്യൂട്ടനെ സംബന്ധിച്ച് ഈ കാലഘട്ടം, അതായത് 1260 വർഷങ്ങൾ, സഭയുടെ മോശം കാലഘട്ടത്തെയാണ് പ്രധാനമായും പ്രതിനിധീകരിക്കുന്നത്. ലോക അവസാനം എന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ന്യൂട്ടൺ ചരിത്രത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ലോകാവസാനത്തിന് തുടക്കം കുറിച്ചത് ശരിക്കും AD 800-ലാണെന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം. അതിനോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച 1260 കൂടി ചേർത്തപ്പോൾ 2060 എന്ന വർഷമാണ് ഇതിന്റെ അവസാന വർഷമായി അദ്ദേഹത്തിന് ലഭിച്ചത്. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ന്യൂട്ടൺ ഒരു കത്തിൽ വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്. വെളിപാടുകളുടെ പുസ്തകത്തിൽ ഭൂമിയിൽ 1000 വർഷം ഭരിക്കുന്ന ഒരു ആഗോള ദൈവരാജ്യം സ്ഥാപിക്കാൻ ക്രിസ്തുവും വിശുദ്ധന്മാരും ഇടപെടുമെന്ന് വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ക്രിസ്തുമതത്തിന്റെ ദുഷിച്ച ശാഖകൾ തകരുമെന്നും സത്യമായ സുവിശേഷം പരസ്യമായി പ്രസംഗിക്കപ്പെടുമെന്നുള്ള വിശ്വാസം ന്യൂട്ടൺ ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് ബൈബിളിലെ പ്രവചന പ്രകാരം ജൂതന്മാർ ഇസ്രയേലിലേക്ക് മടങ്ങുകയും അവരുടെ പ്രാർത്ഥനാലയം പുനർനിർമ്മിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷെ ലോക അവസാനം പ്രവചിക്കാൻ ശ്രമിച്ചിട്ടും ന്യൂട്ടൺ പ്രവചന രീതി നിർണയത്തെക്കുറിച്ച് ആശങ്ക പുലർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തെറ്റായ മനുഷ്യ പ്രവചനങ്ങളുടെ പരാജയം ബൈബിളിന് അപമാനം വരുത്തുമെന്ന് അദ്ദേഹത്തിന് വലിയ ആശങ്കയും ഉണ്ടായിരുന്നു. നിലവിലെ യുഗം 2060-ൽ അവസാനിക്കുമെന്ന സ്വന്തം പ്രവചനത്തെ പോലും ന്യൂട്ടൺ ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ ന്യൂട്ടൺ ഒരു ശാസ്ത്രജ്ഞൻ ആയിരുന്നില്ല, മറിച്ച് തത്വചിന്തകൻ മാത്രമായിരുന്നുവെന്നും ന്യൂട്ടന്റെ പ്രവചനത്തിന് ശാസ്ത്രീയമായി അടിത്തറ ഇല്ല എന്നുമാണ് ആധുനിക കാലഘട്ടത്തിൽ ഗവേഷകർ പ്രധാനമായും വിലയിരുത്തുന്നത്.